ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് പച്ചക്കായ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഇല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ? ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് പച്ചക്കായ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളാക്കിയതിന് ശേഷം കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു കറ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, അതുപോലെ പാകത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഞാനിവിടെ ഒരു 5 പച്ചക്കായ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നല്ല സ്പൈസി ആയിട്ടൊക്കെ കഴിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചതും കൂടെ ഇതിൽ ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവറും ഇതിലേക്ക് കിട്ടും. അതുപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെളുത്തുള്ളിയുടെ ആ കഷ്ണങ്ങൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും മൊരിഞ്ഞിട്ട് നമുക്ക് കിട്ടൂല. അതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ നമ്മൾ വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഇനി ഇത് നല്ല പോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറും ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ഒരു കായയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആ ഒരു കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവറും കൂടെ ഇതിലേക്ക് കിട്ടും. ഇനി നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിവിടെ തീ കൂട്ടി വെച്ചിട്ട് തന്നെയാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇളക്കി മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചൂട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഇതിങ്ങനെ വെറുതെ കഴിക്കാനും സ്നാക്ക് പോലെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.